വൃന്ദാവനത്തിൽ ഞാൻ ഇതുവരെ സന്ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മുക്തകുണ്ടാണ്. ഈ ക്ഷേത്രവും ഈ പുണ്യകുണ്ടവും ഇവിടെയുള്ള മരങ്ങളുമെല്ലാം എന്നെ ഒരുപാട് ആശ്ചര്യപ്പെടുത്തി. പക്ഷേ ഇതിൽ പരം ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. ഇതൊരു ചെറിയ മുത്തുപോലെയുള്ള വസ്തുവാണ്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതൊരു ഇലയുടെ അറ്റത്താണ് ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, മുത്തുകൾ കടലിൽ ചിപ്പികൾക്കുള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്. പക്ഷെ ഇവിടെ വൃന്ദാവനത്തിൽ ഒരു ഇലയുടെ അറ്റത്ത് മുത്തുപോലെ തോന്നിക്കുന്ന ഒന്ന് വളരുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഇതെങ്ങനെയാണ് സാധ്യം? എന്തുകൊണ്ടാണ് ഇത് ഈ പ്രത്യേക സ്ഥലത്ത് മാത്രം കാണുന്നത്? ഇത് വെറുമൊരു പ്രകൃതിദത്ത പ്രതിഭാസമാണോ? അതോ ശ്രീകൃഷ്ണൻ ഇവിടെ എന്തെങ്കിലും അത്ഭുത ലീല ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം തന്നെയാണ്. ഈ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിലുള്ള മനോഹരമായ ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വരൂ, ആ ദിവസങ്ങളിലേക്ക്, എൻ്റെ വ്രജമണ്ഡല യാത്രയുടെ ആ മനോഹരമായ ഓർമ്മകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് പുണ്യമേറിയ ഒരു വിജയ ഏകാദശി ദിവസമായിരുന്നു. അമ്മയും ഞാനും ഏകാദശി ഉപവാസത്തിലായിരുന്നു. ഞങ്ങൾ ക്ഷീണിതരുമായിരുന്നു. സമയം ഉച്ച കഴിഞ്ഞു. വൃന്ദാവനത്തിലെ ഞങ്ങളുടെ ആദ്യ ദിവസത്തെ യാത്രയിൽ ഇനി 2 ഇടങ്ങൾ കൂടി സന്ദർശിക്കാനുണ്ടായിരുന്നു. അതിലൊരു ക്ഷേത്രം അടയ്ക്കുന്നതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണം എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ധൃതിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു. ഒടുവിൽ ഞങ്ങൾ അവിടെ എത്തി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ നിമിഷം തന്നെ അടുത്തൊരു ചെറിയ ക്ഷേത്രം കണ്ടു. അവിടെ നിന്ന് ഏതോ ഒരു പുണ്യഗ്രന്ഥം പാരായണം ചെയ്യുന്ന ശബ്ദം എൻ്റെ കാതുകളിൽ ഒഴുകിയെത്തി. ക്ഷേത്രം അടയ്ക്കും മുമ്പ് എങ്ങനെയെങ്കിലും അകത്ത് കയറുക എന്നതായിരുന്നു ഞങ്ങളുടെ ഏക ലക്ഷ്യം. അതിനായി ഞങ്ങൾ ധൃതിയിൽ അകത്തേക്ക് ഓടി. എങ്ങനെയോ ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ ഒരു പരമ്പരാഗത രാജസ്ഥാനി വൃന്ദാവന ശൈലിയിലായിരുന്നു. അകത്തൊക്കെ ഒരു പ്രത്യേക ശാന്തത നിറഞ്ഞു നിന്നിരുന്നു. അവിടെ ഒരു ഭക്തൻ ഒരു പുണ്യഗ്രന്ഥം വായിക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കടന്നപ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളും നീല നിറത്തിലുള്ള തലപ്പാവുകളും അണിഞ്ഞ് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഭഗവാന്റെ മൂർത്തികളാണ് ഞാൻ ആദ്യം കണ്ടത്. അവിടെ ശ്രീകൃഷ്ണനും രാധാറാണിയും ബലരാമനും ഗോപന്മാരും ഗോപികമാരും കൂടാതെ ഗർഭഗൃഹത്തിൽ ചെറിയ സാളഗ്രാമശിലകളും ഉണ്ടായിരുന്നു. ഈ കൃഷ്ണനാണ് മോത്തി ബിഹാരി എന്നറിയപ്പെടുന്നത്. മുത്തുകളുമായി ബന്ധപ്പെട്ട ആ ദിവ്യലീല നടത്തിയ അതേ കൃഷ്ണനാണിത്. അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും മനോഹരമായ കാര്യം. ഞങ്ങൾക്ക് വളരെ ശാന്തമായി ദർശനം നടത്താനും ഫോട്ടോ എടുക്കാനും പോലും അനുവാദം ലഭിച്ചു. ഞങ്ങളെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ച ആ ബാബാജി ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന തീർത്ഥാടകരാണെന്ന് മനസ്സിലാക്കി. ക്ഷേത്രമടിക്കാൻ സമയമായിരുന്നിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് ഈ വിലമതിക്കാനാകാത്ത ദർശനാവസരം നൽകി. സത്യത്തിൽ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഒരുപക്ഷെ കണ്ണൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതാണോ എന്നാണ്. കാരണം അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഈ മനോഹരമായ ക്ഷേത്രം ഞങ്ങൾക്ക് നഷ്ടമായേനെ. ഞങ്ങളുടെ യാത്രാ പദ്ധതി വളരെ വിശാലമായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഈ വഴിയിലൂടെ വരാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞേക്കില്ലായിരുന്നു. അതിനിടയിൽ മറ്റൊരു മനോഹരമായ അത്ഭുതം കൂടി ഉണ്ടായി. ഞാൻ അവിടെ ഒരാൾ പാരായണം ചെയ്യുന്നത് കണ്ടിരുന്നില്ലേ? അദ്ദേഹം യഥാർത്ഥത്തിൽ സന്ത് തുളസീദാസ് രചിച്ച രാമചരിതമാനസ് ആയിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു, തുടർച്ചയായി 10 തലമുറകളായി ഈ പാരായണം ഇവിടെ നടന്നു വരികയാണത്രേ. ഭക്തർ മാറി 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 പാരായണം ചെയ്ത് പകലും രാത്രിയും വർഷം മുഴുവൻ ഇങ്ങനെ തന്നെ ഈ പുണ്യപാരായണം ഒരു നിമിഷം പോലും മുടങ്ങാതെ തുടരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. കൃഷ്ണന്റെ സ്വന്തം ഭൂമിയായ വൃന്ദാവനത്തിൽ ശ്രീരാമചന്ദ്രന്റെ രാമചരിതമാനസ് നിരന്തരം പാരായണം ചെയ്യപ്പെടുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ ഗുരുനാഥർ ഒരിക്കൽ പറഞ്ഞു തന്ന സന്ത് തുളസിദാസിന്റെ കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ശ്രീ തുളസിദാസർ ശ്രീരാമനിൽ മാത്രം അനന്യഭക്തിയുള്ള ഒരു മഹാനായിരുന്നു. ശ്രീരാമനല്ലാതെ മറ്റൊരു ദേവതയെയും കാണുകയോ അംഗീകരിക്കുകയോ പോലും ചെയ്യില്ല എന്നൊരു വ്രതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ രസകരമായ കാര്യം എന്താണെന്നോ, അദ്ദേഹത്തിന് അയോധ്യയിൽ ചെന്നപ്പോൾ പോലും കിട്ടാത്ത സാക്ഷാത് രാമദർശനം വൃന്ദാവനത്തിൽ വെച്ച്
കൃഷ്ണൻ തൻ്റെ മദനമോഹന ബാലഗോപാല വേഷത്തിൽ വന്ന് അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി പലതരത്തിൽ കളിയാക്കിയതിനു ശേഷം ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് അദ്ദേഹത്തിന് പരമപ്രിയമായ ശ്രീരാമന്റെ രൂപത്തിൽ ദർശനം നൽകിയത്രേ. ഇതൊക്കെ ആലോചിച്ച് ഞാൻ അറിയാതെ തന്നെ ആ കള്ളക്കുറുമ്പന്റെ ലീലയോർത്ത് ഒന്ന് പുഞ്ചിരിച്ചുപോയി. ദർശനം കഴിഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആ ബാബാജി കയ്യിൽ എന്തോ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അത് ചെറിയൊരു ഇലയായിരുന്നു. പക്ഷെ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ഇലയുടെ അറ്റത്ത് ഒരു ചെറിയ ഉരുണ്ട മുത്തുപോലെയുള്ള ഒരു വസ്തു. അദ്ദേഹം അത് ഞങ്ങളെ കാണിച്ചു. എൻ്റെ കയ്യിൽ പിടിക്കാനും തന്നു. ഞാൻ അതിനെ ഭക്തിപൂർവം കണ്ണിൽ ഒറ്റിവെച്ചു. എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഗൈഡിനും ഡ്രൈവർക്കും ഒരുപോലെ അത്ഭുതം തോന്നി. ഈ വിചിത്രമായ വസ്തുവിന് കൃഷ്ണന്റെ മുത്തുലീലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ബാബാജി വളരെ ചുരുക്കത്തിൽ ഞങ്ങളോട് പറഞ്ഞു. ये पेड़ आपको पेड़ के दम पे भी मिलेगा, लेकिन उससे मोती ना मिलेगा, मोती ना मिलेगा। ये लीला है यहाँ। अब इससे क्या है, अपने घर पे भी लेके जा सकते हो। हर साल होता है, हर साल देते हैं। ठाकुर जी की लीला है. ക്ഷേത്രം അടയ്ക്കാനുള്ള സമയമായതിനാൽ ഞങ്ങൾ ആ അത്ഭുത ഇല ബഹുമാനത്തോടെ അദ്ദേഹത്തിന് തിരികെ നൽകി പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നോ? ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം വ്രജമണ്ഡലത്തിൽ നിന്ന് ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതൊരു ചെറിയ കല്ലായാലും ചെടിയായാലും ഇലയായാലും എന്നു വേണ്ട ഒരു തരി മണ്ണായാലും പോലും ഒന്നും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. കാരണം വ്രജത്തിലെ ഓരോ കണികയും പവിത്രമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനോടൊപ്പം വൃന്ദാവനത്തിൽ വസിക്കാനായി തപസ് അനുഷ്ഠിക്കുന്ന ഏതെങ്കിലും ഒരു യോഗിയായിരിക്കാം അവ. അതുകൊണ്ട് എനിക്ക് ആശ്ചര്യവും ചെറിയൊരു മടിയും തോന്നി. പക്ഷേ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഗർഭഗൃഹത്തിലേക്ക് നോക്കി. അവിടെ മോത്തി ബിഹാരി എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് നൽകുന്നത് ആരാണെന്ന്. ഭഗവാനെ സേവിക്കുന്ന അതേ ബാബാജിയുടെ കൈകളിൽ നിന്നാണ് ഈ ഒരു ഇല എനിക്ക് ലഭിക്കുന്നത്. അതിനാൽ ഞാൻ ഇതിനെ ഭഗവാൻ മോത്തി ബിഹാരി എനിക്ക് തന്ന സമ്മാനമായി, പ്രസാദമായി ഭക്തിപൂർവം സ്വീകരിച്ചു. വ്രജമണ്ഡലത്തിൽ ഭഗവാൻ ചെയ്ത ആ മനോഹരമായ ലീലയുടെ ഒരു തെളിവ് പോലെ തോന്നിയ ആ ഇല നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിന് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ അവിടുത്തെ പരിസരം ശ്രദ്ധിച്ചത്. പുറത്താകെ രാമചരിതമാനസിലെ പുണ്യശ്ലോകങ്ങളുടെ ശബ്ദം നിറഞ്ഞു നിന്നിരുന്നു. ആ പ്രദേശമാകെ ഒരു പ്രത്യേക ശാന്തത. അടുത്തായി മനോഹരമായ ഒരു കുളം. അതിൽ താറാവുകളും അരയന്നങ്ങളും കളിച്ചുകൊണ്ടിരുന്നു. തണുത്ത കാറ്റ് ഞങ്ങളെ തലോടിക്കൊണ്ടിരുന്നു. എവിടെയും പച്ചപ്പ്, മരങ്ങൾ, ചെടികൾ, വൃന്ദാവനത്തിൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം. ഞങ്ങളുടെ ഗൈഡ് കൃഷ്ണൻ ഈ കുണ്ടത്തിന്റെ തീരത്ത് വളർത്തിയ അതേ മുത്തുമരങ്ങളുടെ ഇനത്തിലുള്ള ഒരു മരം എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് ശരിക്കും അത്ഭുതമായി. കയ്യിൽ ആ മുത്തുള്ള ഇലയും പിടിച്ച് ചുറ്റുപാടുകളെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് പതിയെ ആ ഒരു ലീലാസ്ഥലത്ത് അലിഞ്ഞു തുടങ്ങി. അത് ചിന്തിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ലീല ചെയ്ത ആ പുരാതന പുണ്യകാലത്തിലേക്ക് സഞ്ചരിച്ചു. ഒട്ടേറെ ചോദ്യങ്ങളുമായി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഉയരുന്ന അതേ ചോദ്യങ്ങളുമായി. സാധാരണയായി മുത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കടലാണ്. കടലിനുള്ളിലെ ചിപ്പികളിൽ നിന്നാണ് മുത്തുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ വൃന്ദാവനത്തിൽ കൃഷ്ണൻ മുത്തുകൾ ഭൂമിയിൽ തന്നെ കൃഷി ചെയ്ത് 2 അതിമനോഹരമായ ലീലാസ്ഥലങ്ങൾ ഉണ്ട്. മാല്യഹാരി കുണ്ട്, മുക്ത് കുണ്ട്. മാല്യഹാരി കുണ്ടിലാണ് കൃഷ്ണൻ ആദ്യമായി ഈ ഒരു അത്ഭുതകരമായ മുത്തു കൃഷി നടത്തിയത്. ആദ്യം നമുക്ക് ആ കഥ കേൾക്കാം. മാല്യഹാരി കുണ്ടിലെ പ്രസിദ്ധമായ മുത്തുലീല മുക്തചരിത്രം എന്ന ഗ്രന്ഥത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. വൃന്ദാവനത്തിലെ 6 ഗോസ്വാമിമാരിൽ ഒരാളും ശ്രീ രാധാകൃഷ്ണന്മാരുടെ അതീവ അന്തരംഗ ഭക്തനുമായ ശ്രീ രഘുനാഥ ഭട്ട ഗോസ്വാമിയാണ് ഇത് രചിച്ചത്.
ഇദ്ദേഹം എത്ര വലിയ ഭക്തനാണെന്ന് പറയണമെങ്കിൽ ഒരിക്കൽ തൻ്റെ ഭജനയിൽ മുഴുകിയിരുന്ന ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് സൂര്യൻ്റെ ചൂട് നേരിട്ട് പതിക്കുന്നത് കണ്ട് ആ വഴി ചെന്ന് ശ്രീമതി രാധാറാണി അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് തൻ്റെ സാരിത്തുമ്പുകൊണ്ട് സൂര്യപ്രകാശം തടഞ്ഞു നിന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗ്രന്ഥം വൃന്ദാവനത്തിലെ തൻ്റെ ബാല്യകാല ദിനങ്ങളെ ദ്വാരകയിൽ വെച്ച് ഓർത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ സത്യഭാമയോട് ഈ കഥ വിവരിക്കുന്നതായാണ് ആരംഭിക്കുന്നത്. അതിലെ അത്ഭുതകരമായൊരംശം: തതസ്തദപൂർവം ശ്രുത്വാ സവിശേഷശ്രവണോത്കണ്ഠിതയാ തയാ ബാഢമാം വ്രീഡിതഃ കൃഷ്ണഃ പുനരാഗ ഏകദാ കാർത്തികേ മാസി ഗോകുലേ ഗോവർദ്ധനഗിരൗ ദീപമാലികാ മഹോത്സവ ആസീത്. തത്ര സർവജനോ വിചിത്രനേപഥ്യ സാമഗ്രീണാം സംസ്കാരായ സാധനായ ച പരമാസക്തോ ബഭൂവ. കോപാസ്തു സ്വം സ്വം ഭൂഷയന്തോപി വിശേഷതഃ ഗാവാദിപശൂനാം പ്രസാധനാർത്ഥമുദ്യുക്താ ആസന്ന. ഗോപ്യഃ കില പ്രസാധിതസദനാ ആത്മനാം ഭൂഷണാർത്ഥം നാനാലങ്കാര സംസ്കാര സാധനപരാ ബഭൂവുഃ. രാധാ തു മാല്യഹരണാഖ്യ സരസ്തീരോപാന്തമാധവീ ചതുശ്ശാലികായാം സ്വസഖീ സമുദയേന പരമോത്തമമുക്താഭിർവിവിധ ഭൂഷണാനി രചയിതുമാരഭേ. അതൊരു കാർത്തിക മാസമായിരുന്നു. ദീപാവലി ആഘോഷങ്ങളുടെ ആ ദിവസങ്ങളിൽ വൃന്ദാവനം മുഴുവനും ഒരു ഉത്സാഹലഹരിയിലായിരുന്നു. വീടുകളെയും പശുക്കളെയും തങ്ങളെ തന്നെയും മനോഹരമായി അലങ്കരിക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. മാല്യഹാരി കുണ്ടിന് സമീപം ശ്രീമതി രാധാറാണിയും തൻ്റെ സഖിമാരും മനോഹരമായ മുത്തുകൾ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. ഈ വിവരം കൃഷ്ണന്റെ ബുദ്ധിമാനായ വളർത്തുതത്തയായ വിചക്ഷണൻ കണ്ണനെ അറിയിച്ചു. കണ്ണൻ ഉടനെ തന്നെ അവിടേക്ക് ഓടിയെത്തി. കണ്ണന് തൻ്റെ പ്രിയപ്പെട്ട പശുക്കളായ ഹംസിയെയും ഹരിണിയെയും അലങ്കരിക്കാൻ കുറച്ച് മുത്തുകൾ വേണമായിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ ഗോപികമാരുടെ അടുത്തെത്തി കുറച്ച് മുത്തുകൾ ചോദിച്ചു. പക്ഷേ ലളിതയും മറ്റു സഖിമാരും കൃഷ്ണനെ നോക്കി ചിരിച്ചു. ലളിത കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, മഹാറാണിമാർക്ക് മാത്രം ധരിക്കാനുള്ള മുത്തുകളോ? അതും പശുക്കളുടെ കൊമ്പ് അലങ്കരിക്കാനോ? ഞങ്ങളുടെ കയ്യിൽ ഒരു മുത്തുപോലും ഇവയ്ക്ക് ചേരുന്നതായി ഇല്ലല്ലോ കണ്ണാ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. കൃഷ്ണൻ ഗോപികമാരുടെ എളിമയില്ലായ്മ നോക്കി കൂടെ ചിരിച്ചു. അങ്ങനെയാണോ? ശരി, നിങ്ങൾ എനിക്ക് മുത്തുകൾ തരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ എനിക്ക് വേണ്ട മുത്തുകൾ സമ്പാദിച്ചോളാം. അങ്ങനെ കൃഷ്ണൻ നേരെ യശോദമ്മയുടെ അടുത്ത് ഓടിയെത്തി. അമ്മേ, എനിക്ക് കുറച്ച് മുത്തുകൾ തരൂ. ഞാൻ അവ എൻ്റെ തോട്ടത്തിൽ നട്ടുവളർത്താൻ പോകുകയാണ്. യശോദമ്മ ചിരിച്ചു. കണ്ണാ, മുത്തുകൾ വയലിൽ വളരുന്നതല്ലല്ലോ, മുത്തുകൾ കടലിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷേ കൃഷ്ണന് പൂർണ്ണ ആത്മവിശ്വാസമായിരുന്നു. കണ്ണന്റെ മുഖാരവിന്ദത്തിൽ വശീകൃതയായ യശോദമ്മ കുറച്ചു മുത്തുകൾ കണ്ണന് നൽകി. കൃഷ്ണൻ അവ ജലഹരണ ഘട്ടത്തിന്, അതായത് ഇന്നത്തെ മാല്യഹാരി കുണ്ടിന് സമീപമുള്ള ഒരു വയലിൽ നട്ടു. കൂട്ടുകാരുടെ സഹായത്തോടെ ആ തോട്ടത്തിന് വേലി കെട്ടി സ്വന്തം ഗോശാലയിൽ നിന്ന് പശുവിൻ പാൽ കൊണ്ട് ദിവസവും ആ മുത്തുകളെ നനച്ചു വന്നു. അങ്ങനെ 4-ാം ദിവസം മണ്ണിൽ നിന്ന് പച്ചമുളകൾ പൊട്ടിമുളിച്ചു. കൃഷ്ണന് അതിയായ സന്തോഷമായി. അല്പസമയത്തിനുള്ളിൽ ആ മുളകൾ മനോഹരമായ പൂക്കളുള്ള വള്ളികളായി വളർന്നു വന്നു. അതിൽ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന പല നിറങ്ങളിലുള്ള അതിമനോഹരമായ മുത്തുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഗോപികമാർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തങ്ങളുടെ കൈകളിലുള്ള മുത്തുകളെക്കാൾ എത്രയോ വലുതും ഉന്നതവുമായ മുത്തുകൾ കൃഷ്ണൻ കൃഷി ചെയ്തിരിക്കുന്നു. പക്ഷെ തോൽവി സമ്മതിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ തീരുമാനിച്ചു. പൗർണമാസിയുടെ ശിഷ്യയായ നന്ദിമുഖിയോട് അവർ ഇതേക്കുറിച്ച് ചോദിച്ചു. നന്ദിമുഖി പറഞ്ഞു, കൃഷ്ണന് മുത്തുകൾ വളർത്താൻ കഴിയുമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് വളർത്തിക്കൂടാ? അത് കേട്ട് ആവേശഭരിതരായ ഗോപീജനങ്ങൾ തങ്ങളുടെ വീടുകളിലും ആഭരണങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ മുത്തുകളും ശേഖരിച്ചു. അവയെല്ലാം അടുത്തുള്ള ഒരു കുണ്ടത്തിന്റെ തോട്ടത്തിൽ നട്ടു. കൃഷ്ണനേക്കാൾ മനോഹരമായ മുത്തുകൾ വളരണമെന്ന ആഗ്രഹത്തോടെ ദിവസത്തിൽ 3 പ്രാവശ്യം പാൽ, വെണ്ണ, നെയ്യ്, തൈര് എന്നിവ ഉപയോഗിച്ച് ആ തോട്ടത്തിൽ നനച്ചു പോന്നു. അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒടുവിൽ പച്ചമുളകൾ മണ്ണിൽ നിന്ന് പുറത്തു വന്നു. ഗോപികമാർ സന്തോഷിച്ചു. പക്ഷെ വളരെ പെട്ടെന്നാണ് ആ സന്തോഷം പരിഭ്രമമായി മാറിയത്. കാരണം മുത്തുവള്ളികൾക്ക് പകരം മുള്ളിച്ചെടികളാണ് അവിടെ വളർന്നത്.
കൃഷ്ണൻ ഇതറിഞ്ഞ് തൻ്റെ ഗോപ സുഹൃത്തുക്കളോടൊപ്പം അവിടേക്ക് ഓടിയെത്തി. എന്നിട്ട് അവരെല്ലാവരും ഗോപികമാരെ കളിയാക്കി അട്ടഹസിച്ച് ചിരിച്ചു തുടങ്ങി. അതുമാത്രമല്ല, അവരെ കൊതിപ്പിക്കാൻ അവരുടെ കൺമുമ്പിൽ തന്നെ തൻ്റെ മനോഹരമായ വലിയ മുത്തുകൾ കൊണ്ട് പശുക്കളെയും കിടാക്കളെയും കാളകളെയും എരുമകളെയും ആടുകളെയും എന്തിന് മരങ്ങളിൽ തൂങ്ങി നിൽക്കുന്ന കുരങ്ങന്മാരെ പോലും അലങ്കരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും മുത്തുകൾ കിട്ടി, ഗോപികമാർക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഗോപികമാർ ശരിക്കും വിഷമത്തിലായി. അവർ തങ്ങളുടെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള മുത്തുകളും പാലുൽപ്പന്നങ്ങളും എടുത്ത് മുത്തുകൃഷിക്കായി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് വീട്ടുകാരുടെ ശകാരവും അവർക്ക് നേരിടേണ്ടി വന്നു. എങ്ങനെയെങ്കിലും കൃഷ്ണന്റെ മുത്തുകൾ നേടണം. അങ്ങനെ അവർ മുത്തുകൾ വാങ്ങാൻ തീരുമാനിച്ചു. ചന്ദ്രമുഖിയും കാഞ്ചനലതയും സ്വർണവുമായി കൃഷ്ണന്റെ മുത്തുതോട്ടത്തിലെത്തി. കൃഷ്ണനോട് ഏറ്റവും നല്ല മുത്തുകളിൽ ചിലത് വിൽക്കാൻ അവർ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ ഉടൻ തന്നെ അവരെ ഓർമ്മിപ്പിച്ചു. ഞാൻ നിങ്ങളോട് മുത്തുകൾ ചോദിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഒന്നും തന്നില്ല. എൻ്റെ തോട്ടം നനയ്ക്കാൻ ഒരു തുള്ളി പാല് പോലും തന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മുത്തുകൾ നിങ്ങൾക്ക് എന്തിനു തരണമെന്നാണ്? ഗോപികമാർ അപേക്ഷിച്ചു നോക്കി. ഭഗവാന്റെ മിത്രമായ സുബല മധ്യസ്ഥനായി. കൃഷ്ണൻ വിലപേശുന്നതായി നടിച്ചു. ഗോപികമാർ സ്വർണവും രത്നങ്ങളും വാഗ്ദാനം ചെയ്തു. കൃഷ്ണൻ അസാധ്യമായ വില ആവശ്യപ്പെട്ടു. ഗോപികമാർക്ക് ദേഷ്യം വന്നു. രാധാറാണി, ലളിത, വിശാഖ, നന്ദിമുഖി, ചന്ദ്രമുഖി, കാഞ്ചനലത, സുബല, മധുമംഗളൻ എല്ലാവരും ഈ രസകരമായ സംഭാഷണത്തിൽ പങ്കുചേർന്നു. ഒരു ഘട്ടത്തിൽ കൃഷ്ണൻ തൻ്റെ ഒരു മുത്തിന് തന്നെ അവർക്ക് നൽകാനാകുന്ന മുഴുവൻ സമ്പത്തിനേക്കാളും വിലയുണ്ടെന്ന് വരെ പറഞ്ഞു. ഗോപികമാരുടെ ക്ഷമ നശിച്ചു. അവരവിടെ നിന്ന് പോകുമെന്ന് ഭീഷണിപ്പെടുത്തി. കൃഷ്ണൻ വീണ്ടും വീണ്ടും അവരെ കളിയാക്കി. കുഴങ്ങിയ സുബല എല്ലാവരെയും ഒരു ധാരണയിലെത്തിക്കാൻ ശ്രമിച്ചു. മധുമംഗളൻ തൻ്റെ പതിവ് തമാശകളുമായി രംഗം കൂടുതൽ രസമാക്കി. അങ്ങനെ ആ മുത്തുതോട്ടം മുഴുവൻ കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള കളിയും വിലപേശലും പിണക്കവും ഇണക്കവും ചിരിയും നിറഞ്ഞ ഒരു വേദിയായി മാറി. അവസാനം ക്ഷമ നശിച്ച് രാധയും ഗോപികമാരും അവിടം വിട്ടു. കണ്ണൻ അവർ ചെല്ലുന്നത് നോക്കി പുഞ്ചിരിച്ചു. തമാശകളുടെയും കളിയാക്കലുകളുടെയും പിന്നിൽ കൃഷ്ണന്റെ ഹൃദയം ഗോപികമാരോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. ഗോപികമാർ കൃഷ്ണനോട് മുത്തുകൾക്ക് വേണ്ടി വഴക്കിടുകയാണെന്ന് മാത്രം കരുതി. പക്ഷേ കൃഷ്ണന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. തത പരമാനന്ദ സന്തോഹേന മയാ വിചിത്യ പരമോത്തമ മൗക്തിക സഞ്ചയൈഃ സ്വഹസ്തേന വിചിത്ര ശില്പ കൽപ്പനയാ രാധാംഗ പ്രത്യംഗാഭരണാനി വിരചയ്യ സുവർണ സംപുടേ നിധായ തന്നാമ മുദ്രയാ ചിഹ്നീകൃത്യ ലളിതാ വിശാഖാതി സഖി മണ്ഡലീനാം ച ഭൂഷണാനി തഥൈവ നിർമ്മായ പൃഥക് പൃഥക് സംപുടേന്യസ്യ തത്തന്നാമമുദ്രയാ ചിഹ്നീകൃത്യ തഥൈവാഗ്രഥിതാന്യപ്യുത്തമമൗക്തികാനി ബഹൂനി ച നന്ദിമുഖ്യാ സഹ മധുമംഗള സുബലവത് കാലാഗതോജ്വല വസന്ത കോകിലാദിഹസ്തേന രാധാകുണ്ഡ നികുഞ്ച മന്ദിരേ പ്രഹിതാനി. കൃഷ്ണൻ രഹസ്യമായി ഓരോ ഗോപികയ്ക്കുമായി മുത്തുമാലകൾ മുമ്പ് തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു അത്രേ. ശ്രീമതി രാധാറാണിക്കായി ഏറ്റവും മനോഹരമായ മുത്തുകൾ തന്നെ കണ്ണൻ തിരഞ്ഞെടുത്തു. ആ മുത്തുമാല മനോഹരമായി ഒരു സ്വർണ്ണ പേടകത്തിൽ വെച്ച് പെട്ടിയുടെ മുകളിൽ രാധയുടെ പേര് അങ്കിതമാക്കി. മറ്റു ഗോപികമാർക്കും കൊടുക്കാനുള്ള മാല്യങ്ങളും തൻ്റെ സഖാക്കളോട് കൊണ്ടെത്തിക്കാൻ പറഞ്ഞു അത്രേ. ഇതാണ് മാധുര്യം തുളുമ്പുന്ന കൃഷ്ണഹൃദയം. കുസൃതി കണ്ണൻ ചിലപ്പോൾ തൻ്റെ ഭക്തന്മാരെ കളിയാക്കിയെന്ന് വരും. അവർ ചോദിക്കുന്ന കാര്യം നൽകിയില്ലെന്ന് അഭിനയിച്ചെന്ന് വരും. പക്ഷേ അവസാനം സ്വയം തന്നെ അവർക്ക് നൽകി അവരെ സന്തോഷിപ്പിക്കും. ഇതായിരുന്നു ആദ്യത്തെ മുക്തലീല. പക്ഷേ കൃഷ്ണന്റെ മുത്തുകൃഷി ഇവിടെ അവസാനിച്ചില്ല. കണ്ണൻ ഇതിലും വലിയ മറ്റൊരു അത്ഭുതം മുക്തകുണ്ടത്തിൽ വീണ്ടും നടത്തി. ഈ ദിവ്യലീലാസ്ഥലം മോത്തിക്കുണ്ട് അഥവാ മുക്തകുണ്ട് എന്നും അറിയപ്പെടുന്നു. കൃഷ്ണന്റെ അത്ഭുതകരമായ മുത്തുലീലകളുമായി ബന്ധപ്പെട്ട വൃന്ദാവനത്തിലെ മറ്റൊരു പുണ്യസ്ഥലമാണിത്. മുത്തിന്റെ സംസ്കൃത പദമാണ് മുക്ത എന്നത്. ഭക്തിരത്നാകരത്തിലും ഗർഗസംഹിതയിലും ഇവിടെ നടന്ന മറ്റൊരു അത്ഭുതകരമായ മുത്തുലീലയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഗോവർദ്ധന പർവ്വതം ഒരു കൈകൊണ്ട് കൃഷ്ണൻ ഉയർത്തിയതിനു ശേഷമായിരുന്നു ഈ സംഭവം. ഒരു സമയം ബർസാനയിലെ ചില ഗോപന്മാർക്ക് കൃഷ്ണന്റെ ഈ അത്ഭുതകരമായ ശക്തിയിൽ ആശയക്കുഴപ്പമുണ്ടായി. അവർ ചിന്തിച്ചു, ഒരു സാധാരണ കുട്ടിക്ക് ഇത്രയും അസാധാരണമായ ശക്തി എങ്ങനെ ഉണ്ടാകും? കൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരാണ്? അതോടൊപ്പം രാധയുടെയും കൃഷ്ണന്റെയും ബന്ധത്തെക്കുറിച്ചുള്ള ചില സംസാരങ്ങളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു.
ഈ സംശയങ്ങളെല്ലാം നീക്കി കൃഷ്ണന്റെ ദിവ്യസ്വരൂപം എല്ലാവർക്കും ബോധ്യപ്പെടുത്തണമെന്ന് ശ്രീമതി രാധാറാണിയുടെ അച്ഛനും ബർസാനയിലെ മഹാരാജാവുമായ വൃഷഭാനു ആഗ്രഹിച്ചു. ശ്രീരാധ സാക്ഷാൽ വൃന്ദാവന മഹാലക്ഷ്മി തന്റെ വീട്ടിൽ വസിക്കുന്നതിനാൽ താൻ നന്ദമഹാരാജാവിനേക്കാൾ സമ്പന്നനാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. വളരെ വിലപിടിപ്പുള്ള മുത്തുമാലകൾ നിറച്ച പെട്ടികളുമായി തന്റെ ദാസന്മാരെ നന്ദമഹാരാജാവിന്റെ വീട്ടിലേക്ക് അയച്ചുവിട്ടു. അതോടൊപ്പം രാധാകൃഷ്ണന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശവും അയച്ചു. നന്ദമഹാരാജാവും യശോദമ്മയും അത് കണ്ട് അതീവം സന്തോഷിച്ചു. പക്ഷെ നന്ദമഹാരാജാവ് മറ്റൊരു കാര്യം ചിന്തിക്കാൻ തുടങ്ങി. അന്നത്തെ ആചാരം പ്രകാരം ഈ സമ്മാനത്തിന് തുല്യമായ അതേ മൂല്യമുള്ള ഒരു സമ്മാനം തിരിച്ചു നൽകണം, എന്നാലേ കന്യാവര വാഗ്ദാനം പൂർണ്ണമാകുകയുള്ളൂ. നന്ദമഹാരാജാവ് തന്റെ നിധിശേഖരം മുഴുവൻ പരിശോധിച്ചു. പക്ഷേ അത്രയും വിലപിടിപ്പുള്ള ആ മുത്തുകൾക്ക് തുല്യമായ ഒന്നും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. അപ്പോഴാണ് ആരും കാണാതെ കൃഷ്ണൻ ആ നിധിശേഖരത്തിനുള്ളിലേക്ക് കടന്നു ചെന്നത്. അവിടെ മനോഹരമായ മുത്തുമാലകൾ കണ്ടപ്പോൾ അവയെ വിത്തുകളാക്കാം എന്ന് കരുതി ഏകദേശം 100ഓളം മുത്തുമാലകൾ എടുത്ത് കൊച്ചുകുറുമ്പൻ വയലിലേക്ക് ഓടിച്ചെന്നു. മാലകളിൽ നിന്ന് ഓരോ മുത്തും വേർതിരിച്ചെടുത്ത് കൃഷ്ണൻ അവയെ മണ്ണിൽ വളരെ ശ്രദ്ധയോടെ നട്ടു. പിന്നീട് മുമ്പ് ചെയ്തതുപോലെ തന്നെ ദിവസവും പശുവിൻ പാൽ കൊണ്ട് അവയെ നനച്ചു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നന്ദമഹാരാജാവ് തന്റെ നിധിശേഖരത്തിനുള്ളിൽ കയറി നോക്കി. അപ്പോഴാണ് ഏകദേശം 100ഓളം മുത്തുമാലകൾ കാണാനില്ലെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചത്. അദ്ദേഹം ഞെട്ടിപ്പോയി. വീട്ടിലുള്ള ആരെങ്കിലുമാണോ ഇത് മോഷ്ടിച്ചത് എന്ന് അദ്ദേഹം സംശയിച്ചു. പക്ഷെ ആരെയും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹം ചിന്തിച്ചു, കൃഷ്ണനോ ബലരാമനോ ഇത് കളിക്കാൻ എടുത്തിട്ടുണ്ടാകുമോ? അങ്ങനെ അദ്ദേഹം കൃഷ്ണന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു. കൃഷ്ണൻ വളരെ നിഷ്കളങ്കമായി താൻ ചെയ്ത കാര്യം പറഞ്ഞു. നന്ദബാബയ്ക്ക് ഇച്ചിരി ദേഷ്യം വന്നു. കണ്ണ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ആ മുത്തുകൾ എവിടെയാണ് നട്ടത്? എന്നെ അവിടേക്ക് കൊണ്ടുപോകൂ. ഭയബഹുമാനത്തോടെ കൃഷ്ണൻ നന്ദമഹാരാജാവിനെ തന്റെ ചെറിയ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുക്തകുണ്ടിന് സമീപമുള്ള ഈ തോട്ടത്തിലേക്ക്. അവിടെ എത്തിയപ്പോൾ നന്ദബാബ കണ്ട കാഴ്ച അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ 1000 മുത്തുമരങ്ങൾ. ആ മരങ്ങളുടെ കൊമ്പുകൾ മുഴുവൻ വലിയ വലിയ മുത്തുകളുടെ ഭാരത്താൽ താഴേക്ക് വളഞ്ഞു നിൽക്കുന്നു. മുത്തുകൾ മുന്തിരിപ്പഴക്കുലകൾ പോലെ കൂട്ടമായി തൂങ്ങിക്കിടക്കുന്നു. അവയുടെ വലിപ്പവും മൂല്യവും വൃഷഭാനു മഹാരാജാവ് ആദ്യം അയച്ച മുത്തുകളേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു. ഓരോ മുത്തും ഉള്ളിൽ നിന്ന് ചന്ദ്രൻ തന്നെ പ്രകാശിക്കുന്നത് പോലെ തിളങ്ങി നിന്നു. നന്ദമഹാരാജാവ് അത്യന്തം സന്തോഷഭരിതനായി. വൃഷഭാനു മഹാരാജാവിന് തിരികെ നൽകാനുള്ള സമ്മാനം എന്താണെന്ന് ഇനി അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ലായിരുന്നു. മുത്തുകളുടെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ നന്ദമഹാരാജാവ് 7 കാളവണ്ടികൾ നിറയെ ആ അതിമനോഹരമായ മുത്തുകൾ വാരി നിറച്ചു. അവ വൃഷഭാനു മഹാരാജാവിനും കീർത്തിദാദേവിക്കും സമ്മാനമായി ബർസാനയിലേക്ക് അയച്ചുവിട്ടു. അവിടെയുള്ള എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. വൃഷഭാനു മഹാരാജാവിനായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. ആ അപാരമായ മുത്തുസമ്പത്ത് ഒരു വിലയേറിയ സമ്മാനത്തിനുള്ള മറുപടി മാത്രമായിരുന്നില്ല, അത് കൃഷ്ണന്റെ അസാധാരണമായ ദിവ്യശക്തിയുടെ അത്ഭുതകരമായ പ്രകടനം കൂടിയായിരുന്നു. ആകാശകുസുമം, ശശവിഷാണം, വന്ധ്യാപുത്രൻ, മരീചികയിലെ ജലം ഇവയൊന്നും യാഥാർത്ഥ്യമല്ല. ചെടിയിൽ മുത്തു വളരുന്നതും അതുപോലെ അസംഭവ്യമാണ്. പക്ഷേ കൃഷ്ണൻ ഇച്ഛിച്ചാൽ അസംഭവ്യവും സംഭവ്യമാകും. ഇതാണ് ഭഗവാന്റെ അചിന്ത്യ ശക്തി. വലിയ ആഗ്രഹമായിരുന്നല്ലോ കൃഷ്ണന് രാധാറാണിയെ മാരി ചെയ്യണം. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഇവര് കുറെ പേഴ്സ് അവർ കൊടുത്തയച്ചു. ജനറലി ഒരു പ്രാക്ടീസ് ഉണ്ട്, ആരെങ്കിലും ഒന്ന് കൊടുത്തയച്ചാൽ അത്ര തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം. പക്ഷെ അത്രയും കൊടുക്കാൻ മാത്രമുള്ള ഒരു ഇതില്ല മനന്ത മഹാരാജന്റെ കപ്പാസിറ്റി. പ്ലാന്റ് ചെയ്യും, എന്നിട്ട് ഇവിടെ പിന്നെ അതിൽ കുറെ ചെടിയായിട്ട് കുറെ പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് അത് പാല് ഒഴിച്ചിട്ടാണ്, വെള്ളമല്ല പാല് ഒഴിച്ചിട്ടാണ് അതായത് ചെയ്യുക. അവരോട് പാല് ആവശ്യപ്പെട്ടാണ് അത്രയും അത് നമുക്ക് ചെയ്യാം. പക്ഷെ കൃഷ്ണൻ അറിയാൻ ഗോപീസ് റിഫ്യൂസ് ചെയ്യും. അപ്പോ കൃഷ്ണൻ പറയാ അവരോട് പോയി ചോദിക്കും. അവർ റിഫ്യൂസ് ചെയ്താൽ പിന്നെ അവർക്ക് നമ്മൾ പേഴ്സ് കൊടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവിടെ കൃഷ്ണൻ ചോദിക്കും, അവർ റിഫ്യൂസ് ചെയ്യും. റിഫ്യൂസ് ചെയ്തതോടുകൂടി ഗോപീസ് എന്ത് ചെയ്യും, അവർ ബർസാനയിൽ ഒരു സ്ഥലമുണ്ട്,
പേര് ഞാൻ നോക്കുന്നില്ല. അവിടെ പോയിട്ട് അവർ പ്ലാന്റേഷൻ ഇത് ലിറ്റി കൃഷ്ണ ഗാർഡൻ. അതായത് അതിലും ഉണ്ട്. അവിടെ പോയി പ്ലാൻ ചെയ്തിട്ട് അവിടെ എല്ലാം മുള്ളു ചെടിയുണ്ട്. അത് ബർസാനയിലെ തുങ്കവിദ്യ സഖി ഉണ്ടല്ലോ, അവിടെ ദബാറ ഗാവ്, അവിടെയാണ് ഇതുള്ളത്. മുക്തകുണ്ടിന്റെ കഥ ഞങ്ങളുടെ ഗൈഡിൽ നിന്ന് കേട്ട ശേഷം ഞാൻ ആ സ്ഥലത്തെ മറ്റൊരു കണ്ണോടെയാണ് നോക്കിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് കൃഷ്ണന്റെ മുത്തുതോട്ടം. ഞങ്ങൾ ഈ ദിവ്യകുണ്ടത്തിന്റെ അരികിൽ ചെന്ന് ഭക്തിപൂർവ്വം നമസ്കാരം ചെയ്തു. അവിടെ എങ്ങും ഇന്നും അതേ പഴയ വൃക്ഷവർഗ്ഗങ്ങൾ നിലനിൽക്കുന്നത് കാണാമായിരുന്നു. ഇന്നും ഇവിടെ ചില വൃക്ഷങ്ങളുടെ ഇലകളുടെ അറ്റത്ത് ഈ ചെറിയ ഉരുണ്ട രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കലിയുഗത്തിൽ കൃഷ്ണന്റെ കാലത്തെ പോലെ മനോഹരമായ മുത്തുകളായി അവ ഇനി കാണപ്പെടുന്നില്ലെങ്കിലും ആ രൂപം ഇന്നും അവശേഷിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ ആ അത്ഭുത ലീലയുടെ ഒരു ഓർമ്മപ്പെടുത്തലായി. അപ്പോഴാണ് ബാബാജി എനിക്ക് നൽകിയ ആ ചെറിയ ഇല ഞാൻ ഓർത്തത്. ആ ചെറിയ മുത്തുപോലെയുള്ള വസ്തു, ആ ചെറിയ സമ്മാനം, ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇന്നും അത് ഞങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ തവണയും അത് കാണുമ്പോൾ എനിക്ക് ആ ദിവസം ഓർമ്മ വരും. ആ ബാബാജിയും മുക്തകുണ്ടും മോത്തി ബിഹാരി ലാലും എല്ലാവരും എൻ്റെ മനസ്സിൽ ഓടിയെത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ഉരുണ്ട വസ്തു വെറുമൊരു മുത്തല്ല. ഇത് വൃന്ദാവനം എനിക്ക് സമ്മാനിച്ച ഒരു അമൂല്യമായ ഓർമ്മയാണ്. ഇന്ന് ഈ മുത്തുലീല മുഴുവൻ ഓർത്തു നോക്കുമ്പോൾ ഒരു കാര്യം വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നു. മുത്തുകൾ കടലിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ കരുതുന്നത്, പക്ഷെ കൃഷ്ണൻ അവയെ മണ്ണിൽ നിന്നും വളർത്തി കാണിച്ചു. ഗോപികുമാർ മുത്തുകൾ ചോദിച്ചപ്പോൾ കൃഷ്ണൻ വിസമ്മതിച്ചു, പക്ഷേ രഹസ്യമായി അവർക്ക് മുത്തുമാലകൾ ഒരുക്കി നൽകുകയും ചെയ്തു. നന്ദമഹാരാജാവിന് ബർസാനയ്ക്ക് നൽകാൻ ഒരു സമ്മാനം വേണമായിരുന്നു. അപ്പോൾ കൃഷ്ണൻ ഒരു മുഴുവൻ മുത്തുതോട്ടം തന്നെ സൃഷ്ടിച്ചു നൽകി. എന്തിന്? എൻ്റെ സ്വന്തം അനുഭവത്തിലും ഇതുപോലെ തന്നെ ഞാൻ ആ ക്ഷേത്രം ഏതാണ്ട് നഷ്ടപ്പെടുത്തുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടയ്ക്കാൻ സമയമായിരുന്നു. പക്ഷേ എങ്ങനെയോ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായി. ദർശനം ലഭിച്ചു. പിന്നെ തികച്ചും അപ്രതീക്ഷിതമായി ആ ചെറിയ മുത്തിൻ്റെ ഇല പ്രസാദമായും ലഭിച്ചു. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ ജീവിതവും ഇതുപോലെയല്ലേ? നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു, അത് ഉടൻ സംഭവിക്കാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, കൃഷ്ണൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പക്ഷേ വാസ്തവം അതാണോ? നമ്മുടെ ഹൃദയത്തിന് എന്താണ് വേണ്ടതെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ സകലാന്തര്യാമിയായ കണ്ണന് അറിയാമല്ലോ. കണ്ണന് അറിയാത്തതായി ഒന്നുമില്ലല്ലോ ഈ ലോകത്തിൽ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് എന്താണ് വേണ്ടതെന്ന് കുഞ്ഞു ചോദിക്കാതെ തന്നെ എല്ലാം അറിഞ്ഞ് പരിചരിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കാതെ തന്നെ, നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ സാത്വികമായ മനോരഥങ്ങൾ കണ്ണൻ പൂർത്തിയാക്കിയിരിക്കും. അത് നിശ്ചയം. പക്ഷെ ഇതിലും ഉയർന്ന ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. വേറൊന്നും പ്രതീക്ഷിക്കാതെ കണ്ണൻ്റെ കാരുണ്യം മാത്രം കാത്തിരിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ. ഹരേ കൃഷ്ണ. നിങ്ങളും ഈ ദിവ്യസ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കും ഒരിക്കലും മറക്കാനാകാത്ത വൃന്ദാവന യാത്രാനുഭവങ്ങൾ ഏതെങ്കിലുമുണ്ടോ? എങ്കിൽ അത് എന്നോടും കമൻറ്റിൽ പങ്കുവെക്കണം. എനിക്കത് വായിക്കാൻ ഏറെ ഇഷ്ടമാണ്. ഇനിയും വൃന്ദാവനത്തിലെ അതിമനോഹരമായ കഥകൾ മിസ് ചെയ്യാതിരിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണുന്നത് വരെ രാധേ രാധേ.